ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ടൂറിൻ്റെ ഡേ 2 ആണ്. അപ്പോൾ നമ്മൾ രാവിലെ ആദിയോഗിയിലോട്ട് പോവാണ്. പോവാം. അപ്പോൾ നമ്മൾ കോയമ്പത്തൂരുള്ള ആദിയോഗിയിലോട്ട് പോവുകയാണ്. ഇതെൻ്റെ കുറേ വർഷത്തെ ആഗ്രഹമാണ്, അങ്ങനെ ആദിയോഗി പോകണമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഒരു പാടം കണ്ട് അവിടെ ഒരു വലിയ മയിൽ നിൽക്കുന്നതുകൊണ്ട് ഞാനും അമ്മയും കൂടെ ചാടി ഇറങ്ങിയാണ്. നമ്മൾ പോകുന്നതനുസരിച്ച് ആ മയിൽ പുറകിലോട്ട് പോകുന്നുണ്ട്. ദേ ആ പോണയാണ്. അപ്പോൾ നമ്മൾ തമിഴ്നാട് സ്റ്റേറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പം രാവിലെ ആയതുകൊണ്ട് നല്ല പച്ചപ്പും അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ മൊത്തം തെങ്ങിൻ്റെ തോപ്പുകളൊക്കെ ആയിരുന്നു. പക്ഷേ എല്ലാ സ്ഥലത്തും കുറേ പ്ലാസ്റ്റിക് ഇങ്ങനെ വലിച്ച് വാരി കൂട്ടിയിട്ടേക്കുവാണ്. നമ്മളെവിടേതാണ്. അപ്പോൾ ഒരു കട കണ്ടപ്പോൾ നമ്മൾ അവിടെ കയറി കോഫിയൊക്കെ അകത്താക്കി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുവാണേ. ഇപ്പം ഞാനൊരു സാധനം കാണിച്ചു തരാം. ആ കാണുന്നത് ഇനി ഒരുപാട് സൂം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലിയർ പോകും. നമ്മുടെ ഈ പളനി പോലെ ഒരുപാട് പൊക്കത്തുള്ള ഒരു മുരുകൻ്റെ ക്ഷേത്രമാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെ ബിൽഡിങ്സൊക്കെ അടുക്കി വെച്ചേക്കുന്നത് പോലെയാണ്, പക്ഷെ അതല്ല. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റായിരുന്നു. ഇവിടെ സാധനങ്ങൾ എടുത്തു കൊടുക്കാനും അങ്ങനെ എല്ലാം നിൽക്കുന്നത് കുറേ ആൻറ്റിമാരാണ് കേട്ടോ. തിരിഞ്ഞു പോയാണ് ആൻറ്റിമാരാണ്. അപ്പോൾ ഞാൻ ഈ കടയുടെ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് ആ കടയുടെ ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു കടയുടെ പേര് മെൻഷൻ ചെയ്യണേ. അപ്പോൾ കടയുടെ പേര് ഞാൻ പറഞ്ഞുതരാം, സ്ഥലവും പറയാമേ. നമ്മ ഊര് ഉണർവകം, നിയർ കോറി ഓഫീസ്, പാലക്കാട് മെയിൻ റോഡ്, മധുകരൈ. അപ്പോൾ നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഈ പോണ വഴി മൊത്തം ഇങ്ങനെ കുറേ കൃഷിസ്ഥലങ്ങളാണ്. വാഴയഴതങ്ങനെ, പിന്നെ കമുങ്ങോ അങ്ങനെ എന്തോ ഒരു സാധനം, എനിക്കത് അറിയത്തില്ല എന്താണെന്ന്. അപ്പോൾ അതിൻ്റെ കൃഷി, അങ്ങനെ തെങ്ങ്, അങ്ങനെ പോണ വഴി ഒരു സുന്ദര കുട്ടനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുതിരക്കുട്ടനാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നത് കാണാനായിട്ട്. നല്ല ക്യൂട്ട് ആൻഡ് പൂക്കിയായിരുന്നു. ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ട് നിൽക്കുകയാണ്. അതിൻ്റെ അടുത്ത് പോയി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഇതിനെ കൊണ്ടുപോകണം. ഇങ്ങനെയാണ് പുറകിലിരുന്ന ഒരാൾ പിടിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ടാണ് പോകുന്നത്. പിന്നെ കുറേ കഴുതക്കുട്ടന്മാരുണ്ടായിരുന്നു. ഇവിടെ എല്ലാം ഇങ്ങനത്തെ കുറേ മൃഗങ്ങൾ ഇങ്ങനെ തുറന്ന് അഴിച്ചങ്ങ് വിട്ടേക്കുവാണേ. പിന്നെ പോണ വഴി മൊത്തം വാഗ ഇങ്ങനെ പൂത്ത് അടുങ്ങി നിൽക്കുവാണ്. കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഇത് വാഗയുടെ സീസണല്ലേ. പിന്നെ ചില മരങ്ങളിൽ മാത്രം ഇല കാണാൻ വയ്യാതെ പൂവായിരുന്നു. ഇത് അതുപോലെ ഒരെണ്ണമാണ് ഇത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മുടെ ആദിയോഗിയുടെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഇത് അവിടെ ഒരു ശിവലിംഗം അങ്ങനെ പൊക്കത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. കയറിയപ്പോൾ വിചാരിച്ചു ഒരു തിരക്കും കാണത്തില്ലെന്ന്, ഇനി വരാൻ പോകണേ ഉള്ളൂ. നിങ്ങൾ കണ്ടോ, നല്ല ദൂരമുണ്ട് ഇവിടെ നിന്ന് ആദിയോഗി പോകാനായിട്ട്. ഏകദേശം ഒരു 10-15 മിനിറ്റ് അടുപ്പിച്ചുണ്ട്. അതിന് കൂടുതലും വരുവേ. ഇത് അവിടെ കാണുന്നത് അതും ഒരു ശിവലിംഗമാണ്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അതെടുക്കാൻ പറ്റിയില്ല. ഒരു ഗൊറില്ലയുടെ എന്തോ ഒരു മ്യൂസിയം ഉണ്ട്, അങ്ങനെ കുറച്ചുണ്ട്. ഇതമ്മ ഒരുപാട് ദൂരെ വെച്ച് എടുത്താണ്. ഇനിയുണ്ട് കുറേ പോകാനായിട്ട്. നമ്മുടെ ആദിയോഗിയുടെ തല കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാർക്കിംഗ് ഏരിയ എത്തിയേ ഉള്ളൂ. ഈ കാറിൻ്റെ പാർക്കിംഗ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ എത്ര പേരുണ്ടെന്ന്. ഇതേ മനുഷ്യരെയൊക്കെ കുഞ്ഞു ഉറുമ്പിനെ പോലെ കാണാം. ഉറുമ്പിൻ്റെ അത്രയും പോലും ഇല്ല. ഇതേ ഈ ഡ്രസ്സൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് തന്നെ. മഹാകാലിൻ്റെ കമ്മലും ഉടുപ്പും എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതേ കണ്ടില്ലേ, നമുക്കിനി പോവാം. അങ്ങനെ നമ്മളിങ്ങനെ ആദിയോഗിയുടെ അടുത്തോട്ട് പോവുകയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒന്നുകിൽ വരുന്ന രാവിലെ വരിക, അല്ലെങ്കിൽ വരുന്നവർ വൈകിട്ട് വരിക. ഈ ഉച്ച സമയം അങ്ങനെയൊന്നും വരരുതേ, ഭയങ്കര വെയിലാണ്. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞത് ഈ ഒരു പോർഷനിലെത്തിയപ്പോൾ ഒരു വീഡിയോയും ഫോട്ടോയും ഒന്നും എടുക്കാൻ സമ്മതിച്ചില്ല. ഭാഗ്യത്തിന് അത്രയും കിട്ടിയായിരുന്നു. അവിടെ ഒരു പാമ്പിൻ്റെ അങ്ങനെ ഒരു ശില്പമാണ് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ദാഹം മാറ്റാനായി നല്ല ഫ്രഷ് ഷേക്കൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. അത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് കുടിച്ചത്. ഞാൻ നല്ല എന്തായിരുന്നു റോസ് മിൽക്കാണേ കുടിച്ചത്. അമ്മയും അച്ഛനും അമ്മാമ്മയൊക്കെ ലെമൺ ജ്യൂസും കുടിച്ചു. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആദിയോഗിയുടെ ഇങ്ങനെ ശില്പങ്ങളും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾ വായിച്ചോണം. ഒരു കുഞ്ഞു മോതിരത്തിൻ്റെയൊക്കെ ചുമ്മാ കാണാം, അത്രയേ ഉള്ളൂ. ഈ പാൻറ്റിനൊക്കെ 2000-3000 ഒക്കെയാണ് പറഞ്ഞത്. അപാര റേറ്റായിരുന്നു കേട്ടോ. എല്ലാം നല്ല സാധനങ്ങളാണ്, പക്ഷെ അതിൽ നിന്ന് നല്ല റേറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിന് ഇത് കുറേ ടെറാക്കോട്ട സംഭവങ്ങൾ നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനുള്ള ടോയ്സ് അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചുമ്മാ എല്ലാത്തിലും ഒന്ന് കിലുക്കി പോയുള്ളൂ. ആ കാണുന്നത് കണ്ടിട്ട് എനിക്കും ഉമ്മയ്ക്കുമൊക്കെ മോഹിനിയാട്ടം പോലെയാണ് തോന്നിയത്. മോഹിനിയാട്ടത്തിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടേക്കില്ലേ. ഈ ഒരു ബാഗിന് അവർ 2000 സംതിങ് ആണ് പറഞ്ഞത്. പക്ഷേ ഇതേ ബാഗമ്മ ഊട്ടിയിൽ നിന്ന് വെറും 550 മേടിച്ച നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ്. നല്ല സ്പേസും ഒക്കെ ഉണ്ട്. പിന്നെ കുറേ വാൾ ഡെക്കറും ഹോം ഡെക്കറും ആയിട്ടുള്ള സാധനങ്ങൾ, പിന്നെ കുറേ ഓർണമെൻറ്റ്സ്, കൊലുസ്, അങ്ങനെ ഒറ്റക്കാലിരുന്ന കുറച്ച് സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു.
എല്ലാത്തിനും റേറ്റഭാരമാണ്, ചുമ്മാ കണ്ടുപോകുന്നുണ്ട്. പിന്നെ കുറേ വെറൈറ്റി നെക്ലേസ്, ചോക്കർ, അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ നമ്മൾ ഈ ഡാൻസിനൊക്കെ ഇടാൻ പറ്റിയ ഹെവി വളയൊക്കെ ഉണ്ട്, ഹെവി ഓർണമെൻറ്റ്സും ഉണ്ട്. പിന്നെ ലൈറ്റായിട്ടുള്ള ഓർണമെൻറ്റ്സും ഒക്കെ ഉണ്ട്. പിന്നെ കുപ്പി വളയൊക്കെ ഒരു സെറ്റിൽ 4 വള കാണും, പക്ഷേ 200 രൂപയൊക്കെ വെച്ചാണ് ഒരു സെറ്റിന് മേടിക്കുന്നത്. പിന്നെ കുറേ കമ്മലും അങ്ങനെ കുറേ സാധനങ്ങളും. അപ്പോൾ നമ്മൾ ആദിയോഗിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പോണ വഴി കണ്ട ഈ അരിയിൽ വെറൈറ്റി കളർ അരിയും പിന്നെ എന്തുമായിരുന്നു വെളുത്തുള്ളിയൊക്കെയാണ്. നമ്മുടെ ഈ നെല്ലിക്കയിൽ അത്രയുള്ള വെളുത്തുള്ളി സഹിതം ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ മേടിച്ചു. പിന്നെ അത് ഈ അരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാദാ അരി, പിന്നെ ചുമന്ന അരി. ഞാൻ ഇറങ്ങിയില്ല, അമ്മ അച്ഛനും ഒക്കെയാണ് ഇറങ്ങി വീഡിയോയൊക്കെ എടുത്തത്. ഞാനും അമ്മമ്മയും കാറിയിരിക്കുമായിരുന്നു, ചൂട് കാരണം. പിന്നെ കറുത്ത അരി ഉണ്ടായിരുന്നു, പിന്നെ പച്ച അരിയാണെന്ന് തോന്നുന്നു അരി ഉണ്ടായിരുന്നു. ഇത് മൊത്തം കറിവേപ്പിലയുടെ കൃഷിയാണ്. ഇത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ച് ഇതിൽ നിന്ന് 2 മൂട് കിട്ടിയെങ്കിൽ കൊള്ളാം എന്നും പറഞ്ഞാണ് അമ്മ വന്നത്. ഇത് കാണാൻ നല്ല രസമാണ്. അങ്ങോട്ടൊരിറക്കും ഇങ്ങോട്ടൊരിറക്കും, നടുക്കൊരു കുഴി പോലെയാണ്. പക്ഷേ മഴ സമയത്ത് ഇവിടെ കയറ്റി വിടത്തില്ല, വെള്ളം ഭയങ്കരമായിട്ട് കെട്ടി വയ്ക്കും, പൊക്കത്ത് വരെ കെട്ടി നിൽക്കുവേ. പിന്നെ നമ്മൾ കൈരളി ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു കേരളീയൻ ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലിലാണ് കയറിയത്. അവിടെ മലയാളികളാണ് ഫുഡ് കുക്ക് ചെയ്യുന്നത്. നല്ല ചോറൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് കയറിയാണ്, പക്ഷേ നല്ല അടിപൊളി സ്പൈസി ബിരിയാണിയാണ് കിട്ടിയത്. ആ ലെഗ് പീസും സലാഡും ഒക്കെ കൂട്ടിയാണ് നമ്മൾ കഴിച്ചത്. പിന്നെ ഒരു ഓംലെറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഫുഡ് വെയറിൻ്റെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് അങ്ങനെ ആയിട്ടുള്ളൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞിക്കൊരു ചെരുപ്പ് മേടിച്ച്, ചെരുപ്പിനൊക്കെ നല്ല കളക്ഷൻ ഉണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞിയുടെ സൈസിലുള്ള എല്ലാം ഉണ്ടായിരുന്നേ. നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, ഇവിടെ തണ്ണിമത്തങ്ങയൊക്കെ വേണ്ടുന്ന പീസ് ഒറ്റ പീസാണെങ്കിൽ അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അമ്മയും കൂടെ ഇറങ്ങി അത് മേടിച്ചുകൊണ്ട് വന്നു. തണുപ്പൊന്നുമില്ലായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചൂട് കാരണം കഴിച്ചു പോയി. അവരവിടെ ഇറങ്ങിയപ്പോൾ അവിടെ കെട്ടി വെച്ചിരുന്ന പൂവാണ് ഇത്. അപ്പോൾ നമ്മൾ ഊട്ടി കയറിയപ്പോഴത്തേക്കും നമ്മുടെ ഫാമിലീസിനെയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കുറേ അമ്മമാരും കൊച്ചുങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുവാണ്. എല്ലാവരും എല്ലാത്തിനും കെട്ടിപ്പിടിച്ചൊക്കെയാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഡോറയുടെ പ്രയാണം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എവിടെ എത്തി? ഈ ജക്കാനന്ദ കണ്ട് അമ്മ അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ എടുത്ത് അടങ്ങുള്ളെന്ന് എവിടെയെങ്കിലും കൊണ്ടിട്ട് ഒപ്പിക്കും, അതിപ്പോൾ കാണാം. അപ്പോൾ നമ്മളൊരു കോഫി കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ചീസ് ബോൾസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഒരു അപ്പൂപ്പൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞാൻ അപ്പൂപ്പനും കൊടുത്തു. പക്ഷേ അപ്പൂപ്പൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഇങ്ങോട്ടെത്തിയപ്പോൾ നല്ല ബ്ലോക്കായി. അമ്മേരെ തലനാഴിലേക്ക് അമ്മ രക്ഷപ്പെട്ട് അവിടെ നിറച്ച് ജക്കാരന്ത പൂത്തിരിക്കുമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു, പക്ഷേ കാണാൻ എനിക്കും ഇഷ്ടപ്പെട്ടു. പറ്റി അതിൻ്റെ കൊമ്പ് നിൽക്കുവാണെങ്കിൽ അമ്മ അതിനകത്ത് ചാടി വലിഞ്ഞ് കയറിയേനെ. പക്ഷെ അതിനുള്ള സാഹചര്യം കിട്ടില്ല. തറയിൽ വീണ കുറേ പൂക്കൾ നുള്ളി പറക്കി കാറിൻ്റെ അകത്ത് വാരി വെച്ചിട്ടുണ്ട് ഓർമ്മയ്ക്ക്. അപ്പം നമ്മുടെ വീണ്ടും യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ഇതൊരു കുഞ്ഞൊരു സ്ഥലം, നല്ല പുൽമേട് കണക്കത്തെ ഒരു സ്ഥലത്ത് കുറേ എരുമ കുട്ടികളും പശുക്കുട്ടികളും ഒക്കെ നിൽക്കുവാണേ. കാണാൻ തന്നെ നല്ല രസമാണ്. ഇങ്ങനെ നിൽക്കുമ്പം ഊട്ടിയിൽ വന്നിട്ട് ചോളം മേടിക്കാതിരിക്കുന്നത് അത് ശരിയല്ല. അവർക്ക് ഒരു വിഷമവും നമ്മളത് മേടിച്ചില്ലെങ്കിൽ. അതുകൊണ്ട് നമ്മൾ മേടിക്കണമല്ലോ, നമ്മുടെ കർത്തവ്യം എപ്പോഴും നമ്മൾ പൂർത്തിയാക്കിയിരിക്കണം. അതുകൊണ്ട് നമ്മൾ നല്ല ചോളം ചുട്ടത് മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം നല്ല അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിങ്ങനെ പോകുമ്പോഴാണ് ഒരുപാട് ദൂരെ നിന്ന് ഇത് കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നിൽക്കുന്ന മലയുടെ നല്ല താഴെയാണ് ഈ മേഘം. ഞാൻ അച്ഛൻ്റെ കൂടെ ഒരു ഡൗട്ട് വെച്ച്, അച്ഛൻ ഈ മേഘത്തിൽ കൂടെ ചാടി എങ്ങനെ ഇരിക്കുമെന്ന്. അച്ഛൻ പറഞ്ഞ് തറയിൽ ചെന്ന് വീഴാമെന്ന് കളിയൊക്കെയാണേ. നമ്മൾ കാർ ഒതുക്കി, പിന്നെ നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത്. ഞാനിതൊക്കെ ജേണൽ ചെയ്യുമ്പോഴേ ഇങ്ങനത്തെ തീമൊക്കെ കണ്ടിട്ടുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ നമ്മൾ നമ്മുടെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. മസനഗുഡി എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മൾ മുതുമല ടൈഗർ റിസർവാണ്, മുതുമലയാണോ ബന്ദിപ്പൂറാണെന്ന് തോന്നുന്നു. അവിടെ നമ്മൾ വരുന്നതിന് തൊട്ട് തലേന്നൊരു ബസ് ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല പേടിയുണ്ടായിരുന്നേ. കർണാടക സ്റ്റേറ്റിലേക്ക് വെൽക്കം ബന്ദിപ്പൂർ ടൈഗർ റിസർവ് അത് തന്നെയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ഒരു ആനയെ കണ്ട് നമ്മളെ കാറിന് മുമ്പ് വന്ന് ചാടി തന്നെ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് കയറി. നല്ല ചപ്പാത്തിയും ചിക്കനും ആയിരുന്നേ. ചിക്കൻ കറി നല്ല ചൂട്. പക്ഷേ ചപ്പാത്തി കഴിച്ചെൻ്റെ പല്ല് പൊട്ടിപ്പോയി. അവസാനം ഞാൻ ഇത്തിരി ഓംലെറ്റ് കഴിച്ച്. അപ്പോൾ നമ്മൾ ഊട്ടി കഴിഞ്ഞ് മസനഗുഡിയിലേക്ക് പോയി. അവിടെ നിന്നാണ് നമ്മുടെ യാത്ര. ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു, അമ്മയാണ് എടുത്തത്. എൻ്റെ പറച്ചിൽ കേട്ടാൽ ഞാൻ ഇപ്പോൾ ഉണർന്നിരുന്ന് ഞാൻ എടുത്തിടണമെന്ന് തോന്നും. മൈസൂർ പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നുമില്ല. ഇത് മൈസൂർ പാലസാണ്. ലൈറ്റ് ഇട്ടിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. അങ്ങനെ കുറേ പാലസുകൾ ലൈറ്റ് ഇട്ടിട്ട് ഇത്രയൊക്കെയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉള്ളൂ. പിന്നെ ഇതൊരു ഹോഴ്സിനെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പം 11:37 മൈസൂർ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂം. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.